സുവിശേഷമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് കണ്ണടച്ച് പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആർക്കെങ്കിലും വചനം സ്വീകരിക്കാൻ പറ്റാത്ത വണ്ണം ഏതെങ്കിലും കാര്യങ്ങൾ നിന്നെ ഭാരപ്പെടുത്തുന്നുണ്ടെങ്കിൽ, ഒരുപക്ഷെ ഇപ്പോൾ ഈ വചന ശുശ്രൂഷയിൽ നിൽക്കുമ്പോൾ ചിലരുടെ ഉള്ളിൽ വല്ലാത്ത ഭാരം, ചില കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് വല്ലാത്ത ഭാരം, വചനം കേൾക്കാൻ പറ്റിയൊരു മാനസികാവസ്ഥയല്ല എൻ്റേതെന്നായിരിക്കും നിന്റെ ചിന്ത. ഒരുപക്ഷെ ഈ വചനം കേൾക്കുമ്പോൾ എതിർചിന്തകൾ തലയ്ക്കകത്ത് വരുന്നു. നമ്മൾ കണ്ട ഏതെങ്കിലും കാര്യങ്ങൾ, കേട്ട ഏതെങ്കിലും കാര്യങ്ങൾ നമ്മുടെ തലയ്ക്കകത്ത് നമ്മളെ ഭാരപ്പെടുത്തുന്നു. എൻ്റെ പ്രിയ സഹോദര സഹോദരി, നിനക്ക് അങ്ങനെ ഏതെങ്കിലും ഒരു തരത്തിൽ ഭാരമുണ്ടെങ്കിൽ ഒട്ടും അമാന്തിക്കണ്ട. ഒറ്റ പ്രാർത്ഥനയുള്ളൂ, പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവേ എന്ന് വിളിക്കുമ്പോൾ ആ വിളിപ്പുറത്ത് നിനക്ക് വേണ്ടി തൊട്ടടുത്ത് നിന്നെ സഹായിക്കുന്ന സഹായകനുണ്ട്, പരിശുദ്ധാത്മാവ്. വിശ്വസിച്ചോ, ആഗ്രഹിക്കണം. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഈ ശുശ്രൂഷ സമയത്ത് എൻ്റെ ഹൃദയം തുറന്ന് വചനം കേൾക്കാൻ തക്കവണ്ണം, എൻ്റെ ജീവിതത്തിൽ അത്ഭുതകരമായ ദൈവിക ഇടപെടലുകൾ സ്വീകരിക്കാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവേ എന്നിൽ ഇടപെടണം, എന്നിൽ ഇടപെടണം. ഈ ശുശ്രൂഷ സമയത്ത് എൻ്റെ പ്രിയ സഹോദര സഹോദരി, ആഗ്രഹിക്ക്. പലവിധ ശുശ്രൂഷകൾ പങ്കെടുത്തിട്ടുള്ള വ്യക്തിയാവും, പല ധ്യാനങ്ങളും പങ്കെടുത്തിട്ടുള്ള വ്യക്തിയാവും, പല ഓൺലൈൻ ശുശ്രൂഷകളിലും പങ്കെടുക്കുന്ന വ്യക്തിയാവും. എന്നാൽ ഇപ്പോൾ ഈ ശുശ്രൂഷ സമയത്ത് നിന്റെ ഉള്ളിൽ ഇതിനു വേണ്ടി നിനക്കൊരു ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നിന്നിൽ പ്രവർത്തിക്കും. ദാഹിക്കുന്നവർക്കാണ് പരിശുദ്ധാത്മാവിനെ കിട്ടുന്നത്, ചോദിക്കുന്നവർക്കാണ് പരിശുദ്ധാത്മാവിനെ കിട്ടുന്നത്, അന്വേഷിക്കുന്നവർക്കാണ് പരിശുദ്ധാത്മാവിനെ കിട്ടുന്നത്, മുട്ടുന്നവർക്കാണ് പരിശുദ്ധാത്മാവിനെ കിട്ടുന്നത്. ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, ഈ ശുശ്രൂഷ സമയത്ത് ഞാൻ ആഗ്രഹിക്കുന്ന പരിശുദ്ധാത്മാവേ, വചനത്തിൻ്റെ അഭിഷേകം എന്നിൽ നിറയണം. എൻ്റെ ഇരുട്ട് മാറണം, എൻ്റെ ഇരുട്ട് മാറണം. നമ്മുടെ ഉള്ളിലുള്ള ഇരുട്ട് മാറിയാലുണ്ടല്ലോ നമ്മുടെ വീട്ടിലെ ഇരുട്ട് മാറും. നമ്മുടെ ഉള്ളിലുള്ള പൈശാചിക പീഡ മാറിയാൽ നമ്മുടെ വീട്ടിലുള്ള അസ്വസ്ഥത മാറും, നമ്മൾ പോകുന്ന വഴികളിൽ അസ്വസ്ഥത മാറും. കർത്താവേ, ഈ ശുശ്രൂഷ സമയത്ത് ഉള്ളുരുകി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഉള്ളിൽ ഞങ്ങളെ കാലങ്ങളായി അസ്വസ്ഥപ്പെടുത്തുന്ന പല തിന്മയുടെ മേഖലകളുണ്ട്. ആ മേഖലകളിൽ വലിയ ഒരു വിടുതൽ എനിക്ക് നൽകണമേ. ആഗ്രഹിക്കണം, പ്രാർത്ഥിക്കണം. ഈശോയെ, എന്നിലത് സംഭവിക്കട്ടെ, എന്നിലത് സംഭവിക്കട്ടെ. പരിശുദ്ധ അമ്മേ, ഹൃദയത്തിൽ വചനം സ്വീകരിച്ച അമ്മേ, അമ്മയോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഉച്ചത്തിൽ പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. വലതും ഇടതും നിൽക്കുന്നവരുടെ കൈകൾ ചേർത്ത് പിടിച്ച് ആരും ആയിക്കൊള്ളട്ടെ, ആ വ്യക്തിയുടെ കൈയൊന്ന് ചേർത്ത് പിടിച്ചേ. കണ്ണടച്ച് പ്രാർത്ഥിച്ചോ. ഓൺലൈനിലൊക്കെ പങ്കെടുക്കുന്നവർ ശ്രദ്ധിക്കുക, നിങ്ങളുടെ തൊട്ടടുത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊന്ന് വിളിച്ച് അവരുടെ കൈയൊന്ന് ചേർത്ത് പിടിച്ച് കണ്ണടച്ച് പ്രാർത്ഥിച്ചോ. ഈ വ്യക്തിയുടെ കൈ ഇങ്ങനെ ചേർത്ത് പിടിക്കുമ്പോൾ കർത്താവ് നിനക്കൊരു കടമ, ദൗത്യം തന്നിട്ടുണ്ട്, ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. ഈ വ്യക്തിയുടെ ഉള്ളിലുള്ള അവസ്ഥ നിനക്കറിഞ്ഞുകൂടാ, പക്ഷേ നീ പ്രാർത്ഥിക്കുമ്പോൾ ഈ വ്യക്തിയിൽ ചില കാര്യങ്ങൾ സംഭവിക്കും, ഉറപ്പാണ്, നിശ്ചയമാണ്. പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ചേർത്ത് പിടിച്ച കൈകളൊന്ന് ഉയർത്തിപ്പിടിച്ചേ. ഏത് മതവിഭാഗത്തിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും, ഏത് മാനസിക അവസ്ഥയിലുള്ള വ്യക്തിയാണെങ്കിലും, കർത്താവേ, ശക്തമായ അഭിഷേകത്തോടെ രോഗസൗഖ്യത്തോടുകൂടെ വിടുതലോടുകൂടെ പോകാൻ തക്കവണ്ണം ആ വ്യക്തിയിൽ അങ്ങ് ഇടപെടണമേ. ഈ അന്തരീക്ഷത്തിൻ്റെ മേൽ കർത്താവെ അങ്ങ് ഇടപെടണമേ. ഇന്നോളം ഇവിടെ നിന്ന് ഉയരുന്ന പ്രാർത്ഥനകൾ ഞങ്ങൾക്കിന്ന് അനുഗ്രഹമായിട്ട് മാറട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും
തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. കൈകൾ കൂപ്പി ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കണ്ണു തുറന്ന് കരങ്ങൾ കൂപ്പി നല്ല ഉച്ചത്തിൽ ഈശോയ്ക്ക് ഒരു സ്തുതി കൊടുത്തേ. ശംശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ തൻ്റെ ജീവിതത്തിൽ ഉടനീളം പഠിപ്പിച്ചതും ഇതുതന്നെ. ഈശോയുടെ പരസ്യ ജീവിതത്തിന് ഇറങ്ങിയപ്പോൾ ഈശോ ആദ്യമായിട്ട് പറഞ്ഞ കാര്യം മർക്കോസ് വിശേഷം 1:15 അറിയാവുന്നൊരു പറ. മർക്കോസ് 1:15 ഈശോ വാ തുറന്നിട്ട് ആദ്യം പറഞ്ഞ കാര്യം എന്തുവാ? ഈശോ ഒരു കാര്യമാണ് ആദ്യം പറഞ്ഞത്. ഏതാ? മർക്കോസ് 1:15 വായിച്ചേ. മർക്കോസ് 1:15 വായിച്ചേ. സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക, അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക. ശ്രദ്ധ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോൾ ചെയ്യേണ്ട കാര്യം നിന്റെ ഉള്ളിൽ മാറ്റം വരണം, മാനസാന്തരം, മനസ്സിനന്തരം, മനസ്സിൽ മാറ്റം ഉണ്ടാവണം. ഇതൊറ്റ ദിവസം സംഭവിച്ചാൽ മതിയോ? മതിയോ ചേട്ടാ? പോരാ, എല്ലാ ദിവസവും സംഭവിക്കണം. ചിലരുടെ ഒരു ചിന്തയുണ്ട്, ഞാൻ 1994 ഞാൻ അന്ന് കള്ളുകൂടി നിർത്തി, അന്ന് ഞാൻ മാനസാന്തരപ്പെട്ടു, ഞാൻ അന്ന് പ്രൈസ് ദി ലോർഡായി. പോരെന്ന്. എല്ലാ ദിവസവും മാറ്റം വരണം, എല്ലാ ദിവസവും മാറ്റം വരണം. ഒരു ദിവസം മദ്യപാനം നിർത്തുന്നതിനെ കുറിച്ച് മാത്രമല്ല, ഒരു ദിവസം നിന്റെ തെറ്റായ ഒരു ജീവിതശൈലി മാറ്റുന്നതിനെ കുറിച്ചല്ല, മറിച്ച് ഓരോ ദിവസവും നമ്മൾ റിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ വളരുകയാണ്, നമ്മൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ പ്രായം എത്രയാ? ഇതൊക്കെ പബ്ലിക്കായിട്ട് ചോദിക്കാവോ അച്ഛാ? വെറുതെ ചോദിച്ചതാ, മനസ്സിലെങ്കിലും ഓർക്കൂ. വർഷം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അല്ലേ? വർഷം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. കുമ്പസാരിക്കുന്നവരാണോ നമ്മൾ? അതെ. ആദ്യമായിട്ട് കുമ്പസാരിച്ചതെന്നാ? അത് ആദ്യ കുർബാന സ്വീകരണം. അതെന്നാ? എത്ര വർഷമായി? എത്രാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആദ്യ കുർബാന സ്വീകരിച്ചത് ഓർമ്മയുണ്ടോ ചേട്ടാ? എത്രാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാ? 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആദ്യ കുർബാന സ്വീകരിച്ച കൈ പൊക്കിക്കുക. 4ാം ക്ലാസ്. ചിലരൊക്കെ ഓർമ്മ പോലും ഇല്ല. 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആദ്യ കുർബാന സ്വീകരിച്ചവർ, 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആദ്യ കുർബാന സ്വീകരിച്ചവർ, 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആദ്യ കുർബാന സ്വീകരിച്ചവർ, 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആദ്യ കുർബാന സ്വീകരിച്ചവർ, 8ാം ക്ലാസ്, 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആദ്യ കുർബാന സ്വീകരിച്ചവർ, 9ാം ക്ലാസ്, 10ാം ക്ലാസ്, 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആദ്യ കുർബാന സ്വീകരിച്ച്, 4ാം ക്ലാസ്, 4ാം ക്ലാസ്, 4ാം ക്ലാസ്, 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആദ്യ കുർബാന സ്വീകരിച്ചവർ, 3ാം ക്ലാസ്, 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആദ്യ കുർബാന സ്വീകരിച്ചവർ, 2ാം ക്ലാസ്, 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആദ്യ കുർബാന സ്വീകരിച്ചവർ. അങ്ങനെയുള്ളവരുണ്ടാവും. ഭാഗ്യം, ദൈവത്തിന് നന്ദി. 1ാം ക്ലാസ്സുകാരില്ല. സ്കൂളിൽ പോകാത്തവരുണ്ടാവും. ദൈവം ഇങ്ങോട്ട് നോക്കിയേ. ഒരു മര്യാദയ്ക്ക് നമ്മൾ 5ാം ക്ലാസ് എന്ന് വെച്ചോ, എത്ര വയസ്സുണ്ടാവും? 5ാം ക്ലാസ് തോൽക്കാതെ പഠിച്ചാൽ എത്രാമത്തെ വയസ്സ്? 10 വയസ്സ്. 10 വയസ്സിൽ ആദ്യ കുർബാന സ്വീകരിച്ച് കുമ്പസാരിക്കാൻ തുടങ്ങി. ഇപ്പം എത്രയാ വയസ്സ്? അയ്യോ, അത് ശരിയാണല്ലോ അച്ഛാ. 10 വയസ്സിൽ തുടങ്ങിയ പരിപാടിയാ. മാറ്റം വല്ലതും ഉണ്ടോ? ഉണ്ടെന്ന്, ഒത്തിരി മാറ്റമുണ്ട്. ഞങ്ങളുടെ കുമ്പസാരിപ്പിച്ച പല അച്ഛന്മാരും മാറിപ്പോയി. അതല്ല ഞാൻ ചോദിച്ചത്. നമ്മുടെ ഉള്ളിൽ ഒരു കുമ്പസാരം ഒരു വ്യക്തിയിൽ സംഭവിക്കേണ്ടത് അടിസ്ഥാനപരമായിട്ട് ആ വ്യക്തിയുടെ മാനസാന്തരം, മനസ്സിൻ്റെ അന്തരം. അതാ പൗലോസ്ലീഹ നമ്മളോട് പഠിപ്പിച്ചത്. നീ മനസ്സിൽ രൂപാന്തരീകരിക്കപ്പെടണം. മനസ്സിൽ നിനക്ക് ചില മാറ്റങ്ങൾ ഉണ്ടാവണം, ഉള്ളിൽ ചില മാറ്റങ്ങൾ ഉണ്ടാവണം. പുറമേയല്ല, അകത്താണ് മാറ്റം വരേണ്ടത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് പഠിക്കാവുന്ന 2 പദങ്ങൾ പറയാം. ഒന്ന്, പഴയ നിയമ പശ്ചാത്തലത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ഹീബ്രു പദം. കേട്ടോ, ഇത് ഹീബ്രു പദമാണ്. അതുകൊണ്ട് ഹീബ്രു, മലയാളം തന്നെ കഷ്ടപ്പെട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഹെബ്രായ ഭാഷ, ഹീബ്രു പഠിക്കാൻ പറ്റിയില്ല എന്നോർത്ത് വിഷമിക്കണ്ട, വെറുതെ കേട്ടാൽ മതി. ഹീബ്രു പദം, ഒരു വാക്കുണ്ട്, അതിനെ ഷുബ് എന്നാണ് പറയുന്നത്. SHUB, ഷുബ്. എന്താണ്? ഷിബു അല്ല, ഷുബ്. ഷുബ് പറഞ്ഞേ. ഷുബ്, ചുമ്മാ പറ, ഒരു സന്തോഷം. ഷുബ്, ഷുബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം ടേൺ ആൻഡ് അഗെയിൻ ടേൺ എന്നാണ്. തിരിയുക, വീണ്ടും തിരിയുക. ഒന്ന് പറഞ്ഞേ. കൊള്ളാം, ഒന്നും കൂടെ പറഞ്ഞേ. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? തിരിയുക, വീണ്ടും തിരിയുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഞാൻ നിങ്ങളൊരു ഉദാഹരണം കാണിക്കാം. പോൾസൻ ചേട്ടാ ഇങ്ങോട്ട് വന്നേ. പോൾസൻ ചേട്ടാ, നമ്മൾ ഒരു വാക്ക് പഠിക്കുകയാണ്, ഷുബ്. ഓക്കെ, അർത്ഥം എന്താ പറഞ്ഞത്?
തിരിയുക, വീണ്ടും തിരിയുക. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഉദാഹരണത്തിന് പോൾസൺ ചേട്ടനെ വിളിച്ചിരിക്കുന്നു. ചേട്ടാ തിരിയുക, ഇത് തിരിഞ്ഞേ. കൊള്ളാം, വെരി ഗുഡ്. തിരിഞ്ഞു തിരിഞ്ഞു തിരിഞ്ഞു. ഇതെന്തോരം തിരിഞ്ഞു? പകുതി. അതിന് മര്യാദയ്ക്കെന്ന് പറഞ്ഞ്, സ്കൂളിലൊക്കെ പോയി പഠിച്ചിട്ടുള്ളവരെന്ന് പറഞ്ഞ് ഹാഫ്. അത് ഞങ്ങൾക്ക് മനസ്സിലായി. പകുതി എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷാണ് ഹാഫ്. ഒരു ഡിഗ്രി വൈസ് പറഞ്ഞേ. ഇത്രയും തിരിഞ്ഞു. ഇനി ചേട്ടാ ഒന്നും കൂടെ തിരിഞ്ഞേ. തിരിഞ്ഞിങ്ങോട്ട് പോര്. ഇപ്പം എത്ര തിരിഞ്ഞു? 360. 360 ഡിഗ്രി. 360 ഡിഗ്രി തിരിഞ്ഞു. ഓക്കെ, എത്ര ഡിഗ്രി? 360 ഡിഗ്രി. അതാണ് മൊത്തത്തിലുള്ളത് കേട്ടോ. മൊത്തത്തിലുള്ളതാണ് 360 ഡിഗ്രി. ചേട്ടനോട് നമ്മൾ ആദ്യം പറഞ്ഞത് ചേട്ടാ തിരിയുക. പോൾസൺ ചേട്ടാ തിരിഞ്ഞേ. ഇപ്പം എത്ര തിരിഞ്ഞു? 180. 180 തിരിഞ്ഞു കേട്ടോ. വീണ്ടും തിരിയുക. ഇപ്പം എത്ര തിരിഞ്ഞു? 360. ഓക്കെ, അപ്പോൾ വാക്ക് ഏതാണ്? ഹീബ്രു പദം ഷുബ്. ചേച്ചി ഷുബു അല്ലെന്ന്, ഷുബ്. ഈ ചേച്ചീനെ കൊണ്ട് തോറ്റു. മകൻ്റെ പേര് ഷുബു എന്നാണോ? ഷുബ് കേട്ടോ. അപ്പോൾ ഷുബ് എന്ന വാക്കിൻ്റെ അർത്ഥം തിരിയുക, വീണ്ടും തിരിയുക കേട്ടോ. അപ്പോൾ ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഇത് പത്രോസ് പാപം ചെയ്ത് യൂദാസും പാപം ചെയ്തു. ശരിയോ തെറ്റോ? ശരി. പത്രോസാണോ യൂദാസാണോ ഗൗരവമായ പാപം ചെയ്തത്? ആലോചിക്കൂ. പത്രോസാണോ യൂദാസാണോ ഗൗരവമായ പാപം ചെയ്തത്? പാപം തന്നെയാണ്, എങ്കിലും ഒരു ഇച്ചിരിയുടെ ഗ്രേഡ് കൂടിയ സാധനം. പറ, പത്രോസാണോ യൂദാസാണോ ചെയ്തത്? യൂദാസ്. പത്രോസ് പാപം ചെയ്തു, ഗൗരവമായ പാപം, യൂദാസിനേക്കാൾ എന്നുള്ള ചിന്തയുള്ളവർ കൈപൊക്കൂ. കുറച്ച് പേര് കൈതാത്തു. യൂദാസ് ആണ് പത്രോസിനേക്കാൾ ഗൗരവമായ പാപം ചെയ്തത്. ഗൗരവമുള്ളവർ കൈപൊക്കൂ. കുറേ പേരുണ്ട് കണ്ടോ. പത്രോസ് പാപം ചെയ്താൽ എന്ത്, യൂദാസ് പാപം ചെയ്താൽ എനിക്കെന്ത്? കൈ പൊക്കാത്ത കുറേ എണ്ണങ്ങളെ കണ്ടില്ലേ? ഇവർക്ക് ഇതൊന്നും ഒരു വിഷയമല്ല. പത്രോസ് പാപം ചെയ്ത് ഞാൻ എന്നാ വേണം, യൂദാസ് പാപം ചെയ്ത് എനിക്ക് എന്നാ വേണം, അല്ലേ? ഇതൊരു കാര്യം പഠിക്കാനാണ്. ഇങ്ങോട്ട് നോക്കിയേ. പത്രോസ് പാപം ചെയ്ത് യൂദാസ് പാപം ചെയ്ത്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പത്രോസിൽ നിന്ന് നമ്മളത് പ്രതീക്ഷിക്കുന്നില്ല. കാരണം എന്താ? പത്രോസിനോട് കൃത്യമായിട്ട് ഈശോ പറഞ്ഞതാ, എടാ ഈ രാത്രി നീ ശ്രദ്ധിക്കണം. യൂദാസിനും വാണിംഗ് കിട്ടിയിട്ടുണ്ട്, പക്ഷെ അതിനേക്കാൾ ഉപരിയാണ് പത്രോസ്. 3 പ്രാവശ്യം പത്രോസ് തള്ളിപ്പറഞ്ഞു. 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞു. ഒരു മര്യാദ വേണ്ടേ? ഒരു മര്യാദ വേണ്ടേ? ഇപ്പോൾ ഒരു പ്രാവശ്യമാണെങ്കിൽ തെറ്റുപറ്റി, എന്നാൽ പിന്നെ ആ പെണ്ണിൻ്റെ അടുക്കൽ ചെന്ന് സോറി കേട്ടോ, ഞാൻ അതറിയാതെ പറഞ്ഞതാന്നൊക്കെ പറഞ്ഞു തിരികെ. പക്ഷേ 3 പ്രാവശ്യം അതിനേക്കാൾ ഉപരിയായിട്ട് ഈ പത്രോസ് ശിഷ്യന്മാരുടെ ലീഡറല്ലേ? ലീഡർ പാപം ചെയ്യുന്നതും ശിഷ്യൻ പാപം ചെയ്യുന്നതും വ്യത്യാസം ഉണ്ടോ? ഇല്ലേ? ഇപ്പം ഞാനൊരു പാപം ചെയ്യുന്നു, സെയിം പാപം പോൾസൺ ചേട്ടൻ ചെയ്യുന്നു. ഓക്കെ, നിങ്ങൾ ആരെ കുറ്റപ്പെടുത്തും? അച്ഛനെ കുറ്റപ്പെടുത്തും. അത് നന്നായിട്ട് അറിയാമല്ലോ. അല്ല, ഇയാൾ പാപം ചെയ്ത് പാപം അല്ലേ? പിന്നെ എന്താ എനിക്കെന്താ ഇത്രമാത്രം പാപത്തിൻ്റെ ഗൗരവം കൂടാൻ കാരണം? അച്ഛനിൽ നിന്ന് ഞങ്ങളത് പ്രതീക്ഷിച്ചില്ല. പാവം പോൾസൺ ചേട്ടൻ പൊക്കോട്ടെ, അത് കല്യാണം കഴിച്ച് കുടുംബം അച്ഛനല്ലേ, അച്ഛനിൽ നിന്ന് ഞങ്ങളത് പ്രതീക്ഷിച്ചില്ല, അല്ലേ? ഇപ്പം ഞാൻ ചെയ്ത ഒരു പാപം, അതേ പാപം തന്നെ ബിഷപ്പ് പാപം ചെയ്തു, അതേ പാപം. ആരെ കുറ്റപ്പെടുത്തും? ബിഷപ്പിനെ. കാരണം എന്താ? ബിഷപ്പല്ലേ. ബിഷപ്പിൽ നിന്ന് നമ്മളത് പ്രതീക്ഷിക്കുന്നില്ല. ബിഷപ്പല്ലേ. അച്ഛൻ പിന്നെ മനസ്സിലാക്കാം. ബിഷപ്പിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥാനം കൂടുന്നതനുസരിച്ച് ഗൗരവം കൂടും. അപ്പൊ പത്രോസിൽ നിന്ന് നമ്മളത് പ്രതീക്ഷിക്കുന്നില്ലെന്ന്. പത്രോസ് അത് പാടില്ല. യൂദാസ് പാപം ചെയ്ത്, പത്രോസ് പാപം ചെയ്ത്. ഇനി എൻ്റെ ചോദ്യം, യൂദാസിന് എന്തെങ്കിലും മാനസാന്തരം ഉണ്ടായോ? എന്തെങ്കിലും മാറ്റം ഉണ്ടായോ? ഇല്ലേ? ഉണ്ടായി ചേട്ടാ. ഈ യൂദാസിന് മനസ്സിലായി ഞാൻ പാപം ചെയ്തു. യൂദാസിന് മനസ്സിലായി. ഇപ്പൊ ഇത് യൂദാസാന്ന് വിചാരിക്കുക. പോൾസൺ വിചാരിച്ചാൽ മതി. ആ ചേച്ചിയുടെ നോട്ടം വിചാരിച്ചാൽ മതി. ഇത് യൂദാസ് ആണെന്ന് വിചാരിക്കുക. യൂദാസ് മനസ്സിലായി ഞാൻ തെറ്റ് ചെയ്തു. യൂദാസ് തിരിഞ്ഞേ. യൂദാസിന് മനസ്സിലായി, ഞാൻ എൻ്റെ ഗുരുവിനെ ഒറ്റിക്കൊടുത്തു. യൂദാസ് എന്ത് ചെയ്തു? അതിനുശേഷം യൂദാസിന് മനസ്സിലായി ഞാൻ തെറ്റ് ചെയ്ത്. യൂദാസ് എന്ത് ചെയ്തു? യൂദാസ് തന്നോട് തന്നെ ചിന്തിച്ചപ്പോൾ മനസ്സിലായി, ഇനി ഞാൻ ജീവിച്ചിരിക്കാൻ യോഗ്യനല്ല. അയാൾ പോയി വന്ന വഴിക്ക് പോയി കെട്ടിത്തൂങ്ങി ചത്തു. ഇനി പത്രോസ് കണ്ട, നല്ല താടിയുള്ള പത്രോസ് നിങ്ങൾ ചിന്തിച്ച പത്രോസിന് മനസ്സിലായി പാപം ചെയ്തു. പത്രോസ് തിരിഞ്ഞു.
പത്രോസിന് മനസ്സിലായി ഞാൻ പാപം ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്തു? പത്രോസ് ആരുടെ മുഖത്തേക്ക് നോക്കി? ഈശോയുടെ മുഖത്തേക്ക് നോക്കി. പത്രോസ് അവനോട് തന്നെയല്ല, പത്രോസ് ഈശോയുടെ മുഖത്തേക്ക് നോക്കി പൊട്ടിക്കരഞ്ഞു. വീണ്ടും തിരിയുക. ആഹാ, ഇപ്പൊ എത്ര തിരിഞ്ഞു? 360 ഡിഗ്രി. ഇതാണ് നമ്മൾ പഠിച്ച വാക്ക്. ഏതാ വാക്ക്? ശുഭ്. തിരിയുക, വീണ്ടും തിരിയണം, വീണ്ടും തിരിയണം. നമ്മൾ കുമ്പസാരത്തിൽ തിരിയും. എന്തോരം തിരിയും? 150 പോലും ഇല്ല ചേച്ചി, 90 ഒക്കെ ഉള്ളൂ അല്ലേ? ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഒരു ചേട്ടൻ വീട്ടിൽ വഴക്കുണ്ടാക്കിയിട്ട് വന്നിട്ട് ഇവിടെ പ്രാർത്ഥിക്കുമെന്ന് കുമ്പസാരിക്കുകയാണ്. ഇത് മോശമായിപ്പോയി, വേണ്ട, അവളോട് അത്രയും തെറിയെന്നും പറയും. ഉദാഹരണം, നല്ല മനുഷ്യനാണ്. അപ്പോൾ ഇദ്ദേഹം പറയുകയാണ്, ഞാൻ ഭാര്യയോട് അങ്ങനെ കുറേയൊക്കെ ചീത്തയൊക്കെ പറഞ്ഞ് അങ്ങനെ പ്രശ്നത്തിലായിപ്പോയി എന്ന് പറഞ്ഞിട്ട് ഇന്ന് പോയി കുമ്പസാരിച്ചു. തിരിഞ്ഞു കേട്ടോ, അല്ലെങ്കിൽ ഇച്ചിരി തിരിഞ്ഞോ? തിരിഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ മനസ്സിലായി, അയ്യോ തെറ്റ് ചെയ്തു. ഇനി എന്ത് ചെയ്യണം? പറ. ഇതെല്ലാം നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്നത്. നമുക്കുണ്ടാവുന്ന മാനസാന്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90 180 ഒക്കെ ഉണ്ട്. തിരിഞ്ഞു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് എന്താ? ഇദ്ദേഹത്തിന് മനസ്സിലായി, എൻ്റെ ഭാര്യയോട് ഞാൻ അങ്ങനെ ചീത്ത പറഞ്ഞ് ശരിയായില്ല, അയ്യോ കർത്താവേ എന്നോട് പൊറുക്കണമേ. തിരിഞ്ഞു. ഇനി എന്ത് വേണം? ഇന്ന് തിരിച്ചു പോകുമ്പോൾ എന്ത് വേണം? വീട്ടിൽ ചെന്നിട്ട് പറയാൻ പറ്റാതിരുന്ന ബാക്കി തെറിയും കൂടെ പറയണം. ആണോ? അല്ലെന്ന്. പിന്നെ എന്ത് ചെയ്യണം? എത്രത്തോളം ഭാര്യയെ വിഷമിപ്പിച്ചോ അത്രത്തോളം അതിൻ്റെ 10 ഇരട്ടിയിൽ ഭാര്യയെ, ഈശോയെ സ്നേഹിക്കാൻ തീരുമാനമെടുക്കണം. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഉദാഹരണത്തിന് ഇതൊരു മദ്യപാനിയാണെന്ന് വിചാരിക്കുക കേട്ടോ. മദ്യപാനി ഉദാഹരണം. ചേച്ചി അങ്ങനെ നോക്കല്ലേ, ഇതൊരു മദ്യപാനി. ഉദാഹരണം. മദ്യപാനിയെ ചേട്ടൻ ഇവിടെ വന്ന് കുമ്പസാരിച്ചു, എൻ്റെ കർത്താവേ ഞാൻ തെറ്റ് ചെയ്തു. തിരിയൂ, മാനസാന്തരം. തിരിഞ്ഞു. ഇനി എന്ത് ചെയ്യണം? പറ. മദ്യപാനി മാനസാന്തരപ്പെട്ടു, കർത്താവേ തെറ്റ് ചെയ്തു, ക്ഷമിക്കണം. ഇനി എന്ത് ചെയ്യണം? മദ്യപിക്കാതിരിക്കുക എന്നുള്ളത് മാത്രമല്ല അതിൻ്റെ ഉത്തരം. അതിവിടെ വെച്ച് അതല്ല ഉത്തരം. മറിച്ച് എത്രത്തോളം ജീവിതത്തിൽ മദ്യം അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി സമയം മാറ്റിവെച്ചിട്ടുണ്ടോ അത്രത്തോളം അതിൻ്റെ 10 ഇരട്ടിയിൽ ദൈവത്തെ സ്നേഹിക്കാനുള്ള തീരുമാനം, ദൈവകാര്യങ്ങളിൽ ഇടപെടാനുള്ള തീരുമാനം, ഇത് പ്രധാനപ്പെട്ടതാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. മൊബൈൽ ഫോൺ, ഇവിടെ ഇരിക്കുന്ന ഒട്ടുമുക്കാലും പേർക്കുള്ളൊരു കുഴപ്പമാണ് മൊബൈൽ ഫോണിൽ അയ്യോ ഇല്ല, ഇനി അനാവശ്യമായിട്ട് ഇത്ര സമയമൊന്നും കളയത്തില്ല, തീരുമാനം എടുത്ത് എന്ന് വന്ന് കുമ്പസാരിച്ചു. ചേട്ടാ അവസാനത്തെ തിരിച്ചലാണ്, ഇനി തിരിക്കേണ്ടി വരികയല്ല. കുമ്പസാരിച്ചു, കർത്താവേ ഇനി ഞാൻ ഈ മൊബൈൽ ഫോണിൽ ഇങ്ങനെ അശ്ലീല കാണത്തില്ല, ഈശോയെ ക്ഷമിക്കണം. ഇനി എന്ത് ചെയ്യണം? ആ മൊബൈൽ വാഴയുടെ ചുവട്ടിലിട്ട് മൂടണം. ആണോ? നടക്കുന്ന കാര്യം പറ. ഇതൊന്നും അങ്ങനെ ചെയ്യത്തില്ല നിങ്ങൾ. എന്ത് ചെയ്യണം? ഇനി ചെയ്യേണ്ട കാര്യം, മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ മാറ്റിവെക്കുന്ന സമയമൊക്കെ എന്ത് ചെയ്യണം? നല്ല കാര്യങ്ങൾക്ക്, ദൈവവചനം വായിക്കാൻ, ദൈവകാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ നമ്മുടെ സമയം, എനർജി മാറ്റിവെക്കണം. തിരിയണം, വീണ്ടും തിരിയണം. അതാണ് മാനസാന്തരം. നമുക്കൊക്കെ മാനസാന്തരം വരുന്നത് അങ്ങനെ ഇച്ചിരി മാറ്റം, 90%, 180 പോരാ, 360 ഡിഗ്രി. അതാണ് ഏത് വാക്ക് ചേച്ചി? ഷിബു അല്ലെന്ന്, ശുഭ്. ശുഭ് കേട്ടോ. ശുഭ് എന്ന വാക്കിന്റെ അർത്ഥം എന്താ? തിരിയുക, വീണ്ടും തിരിയുക. ചേട്ടാ ഒത്തിരി തിരിഞ്ഞ്, നല്ലൊരു കയ്യടി കൊടുത്തേ. താങ്ക് യു കേട്ടോ. അവിടെ പോയിരുന്നു. ഹല്ലേലൂയാ. അപ്പൊ ഓർക്കേണ്ട കാര്യം എന്താ? ഇതൊരു മാനസാന്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവേണ്ട കാര്യമാണ്. പഴയ നിയമത്തിൽ ശുഭ് എന്ന വാക്കാണ് ഉപയോഗിച്ചതെങ്കിൽ പുതിയ നിയമത്തിലേക്ക് എത്തുമ്പോൾ മറ്റൊരു ഗ്രീക്ക് വേർഡ് ഉപയോഗിക്കും. ആ വേർഡാണ് മെറ്റനോയ്യ. എന്ന് പറഞ്ഞു നോക്കിയേ. മെറ്റ എന്നൊക്കെ ഇപ്പോൾ പലർക്കും അറിയാം. ഏതാ മെറ്റ? ഇപ്പോൾ മൊബൈലിലൊക്കെ മെറ്റ എന്നൊക്കെ കാണുന്നില്ലേ? മെറ്റ എന്നൊക്കെ കാണും അല്ലേ? മെറ്റനോയ്യ റിന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിന്റെ രൂപാന്തരീകരണം. അതാണ് റോമ 12:2 വായിച്ചത്. ഒന്നും കൂടെ വായിച്ചേ. റോമ 12:2. ഒന്ന് ഉച്ചത്തിൽ വായിച്ചേ. റോമ 12:2. റോമ 12:2 കിട്ടിയില്ലേ? ഈ ലോകത്തിന് അനുരൂപരാകരുത്, പ്രത്യുത നിങ്ങളുടെ മനസ്സിന്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. മനസ്സിന്റെ നവീകരണം, അതാണ് മെറ്റനോയ്യ, മനസ്സിന്റെ നവീകരണം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പറഞ്ഞ ശുഭ് സംഭവിക്കണമെങ്കിൽ ആദ്യം മെറ്റനോയ്യ സംഭവിക്കണം. മനസ്സിൽ
നവീകരണം, മനസ്സിൽ മാറ്റം ഉണ്ടാവണം. പ്രൈസ് ദി ലോർഡ്. എവിടെ മാറ്റം? മനസ്സിൽ മാറ്റം ഉണ്ടാവണം. അടുത്തിരിക്കുന്ന ആളോട് പറ, മനസ്സിൽ മാറ്റം ഉണ്ടാവണം. മനസ്സിന്റെ മാറ്റം പ്രധാനപ്പെട്ടത്. അതാണ് ഈശോ നമ്മളോട് പഠിപ്പിച്ചത്. മർക്കോസ് 1:15 നമ്മളെ പഠിപ്പിച്ചു. മർക്കോസ് 15-ാം അധ്യായം, മാർക്ക് ചാപ്റ്റർ 15, 18 and 19 ഒന്ന് വായിച്ചേ. മർക്കോസ് 15-ാം അധ്യായം, അതിൻ്റെ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 18-ഉം 19-ഉം തിരുവചനം. മത്തായി 15, 18-ഉം 19-ഉം. എന്നാൽ വായിൽ നിന്ന് വരുന്നത് ഹൃദയത്തിൽ നിന്നാണ് പുറപ്പെടുന്നത്, അത് മനുഷ്യനെ അശുദ്ധനാക്കുന്നു. അടുത്തത് വായിച്ചോ. ദുശ്ചിന്തകൾ, കൊലപാതകം, പരസംഗം, വ്യഭിചാരം, മോഷണം, കള്ളസാക്ഷ്യം, പരദൂഷണം എന്നിവയെല്ലാം ഹൃദയത്തിൽ നിന്നാണ് പുറപ്പെടുന്നത്. സ്വരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹൃദയത്തിൽ നിന്നാണ്, നമ്മുടെ ഉള്ളിലാണ് മാറ്റം വരേണ്ടത്. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് കണ്ണുകൾ അടച്ചോളൂ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, മെറ്റനോയ്യ, നമ്മുടെ മനസ്സിൻ്റെ രൂപാന്തരീകരണം. എങ്കിലേ ജീവിതത്തിൻ്റെ ഗതി മാറത്തുള്ളൂ, കുടുംബത്തിൻ്റെ ഗതി മാറത്തുള്ളൂ, നമ്മൾ ഇന്നായിരിക്കുന്ന അവസ്ഥയ്ക്കൊരു മാറ്റം വരികയുള്ളൂ. മനസ്സിൻ്റെ നവീകരണം. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി അറിയാവുന്നത് പോലെ എല്ലാവരും ഒന്ന് സ്തുതിച്ചേ, ഈശോയെ എന്നൊന്ന് വിളിച്ച് പ്രാർത്ഥിച്ചേ, സ്വരമുയർത്തി വിളിച്ചേ, ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചേ, സ്വരമുയർത്തി. പോരാ, നല്ല സ്വരത്തിൽ പ്രാർത്ഥിച്ചേ. കർത്താവേ, കർത്താവേ, മാറ്റം സംഭവിക്കണമേ. കർത്താവേ, മാറ്റം എൻ്റെ മനസ്സിൽ മാറ്റം സംഭവിക്കണമേ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മെറ്റനോയ്യ. മെറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റം, അതിനപ്പുറം എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. നോയ്യ എന്നൊക്കെ പറഞ്ഞാൽ മനസ്സ്, ചിന്ത, ബുദ്ധി, വീക്ഷണം എന്ന് പറഞ്ഞാൽ മെറ്റനോയ്യ, മനസ്സിനാണ് മാറ്റം വരേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാവരും മുട്ടുകുത്തിക്കേ, കരങ്ങൾ കൂപ്പി, കണ്ണുകൾ അടച്ചു. ഈശോയെ, ഈ ആരാധന സമയം എൻ്റെ മേൽ അത്ഭുതകരമായ ദൈവീക ഇടപെടൽ ഉണ്ടാവണമേ. പ്രത്യേകിച്ച് നമ്മുടെ മനസ്സിൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ആരാധനയുടെ ഗീതം പാടി പ്രാർത്ഥിക്കാം. കരങ്ങൾ കൂപ്പി, കണ്ണുകളടച്ച് എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, നീ വിശ്വസിക്കൂ, നിന്റെ ഉള്ളിൽ അതിശക്തമായ മാറ്റങ്ങൾ, നിന്റെ ചിന്താഗതികളെ, മനോഭാവങ്ങളെ, ആശയങ്ങളെ, നിന്റെ ശൈലികളെ ഇതാ കർത്താവ് വിശുദ്ധീകരിക്കുന്ന സമയമാണ്. നീ എന്താണ് നിന്നോട് തന്നെ ചിന്തിക്കുന്നത്? ഒരുപക്ഷെ നീ ചിന്തിക്കുന്നുണ്ടോ, നിന്റെ ജീവിതം അവസാനിച്ചു, ഞാനൊരു പരാജയമാണ്, എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യുന്നതെല്ലാം തെറ്റിപ്പോകുന്നു, എൻ്റെ വിവാഹ ജീവിതം ഒരു അബദ്ധമാണ് എന്നിങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള നിഷേധാത്മകമായ നെഗറ്റീവ് ചിന്ത നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ ഇതാ ഈശോ നിന്നോട് പറയുന്നു, മകനെ, മകളെ, നിന്റെ ചിന്തകളെ നീ വിശുദ്ധീകരിക്കണം. ഒരുപക്ഷെ നീ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ലായിരിക്കും കാര്യങ്ങൾ നടക്കുന്നത്. വലിയ ഭാരമുണ്ടാവും. മക്കളെക്കുറിച്ച് വലിയ ഭാരപ്പെടുന്ന മാതാപിതാക്കൾ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. വല്ലാത്ത ഭാരം. ജീവിതം വിചാരിക്കുന്ന പോലെയൊന്നും അല്ലല്ലോ നീങ്ങുന്നത്. അതെ, ജീവിതം വിചാരിക്കുന്ന പോലെയൊന്നും അല്ല. നമ്മൾ ഓരോ ദിവസവും മാറ്റത്തിന് വിധേയരാണ്. ഇന്നലത്തെ വ്യക്തിയല്ല ഇന്ന്. ഓരോ ദിവസവും മാറ്റങ്ങൾ, ഓരോ രീതികളിൽ മാറ്റങ്ങൾ. എൻ്റെ കർത്താവേ, എനിക്ക് എന്നോട് തന്നെ സ്നേഹം, എനിക്ക് എന്നോട് തന്നെ വിലയുള്ള, എനിക്ക് എന്നോട് തന്നെ അഭിമാനിക്കാൻ തക്കവണ്ണം കർത്താവെ എന്നെ ബലപ്പെടുത്തണം. രണ്ട് കരങ്ങൾ ശിരസിൽ കമഴ്ത്തി വെച്ച് നീ ശുശ്രൂഷ സമയത്ത് നീ നിന്നോട് തന്നെ പറയണം, നീ വിലയുള്ളയാളാണ്, നീ അമൂല്യനാണ്, നീ ബഹുമാനിക്കപ്പെടുന്ന വ്യക്തിയാണ്.
ഒരുപക്ഷെ നീ ചെയ്ത പല കാര്യങ്ങളും തെറ്റിപ്പോയിട്ടുണ്ടാവും, പരാജയപ്പെട്ടിട്ടുണ്ടാവും, പാപത്തിൽ വീണിട്ടുണ്ടാവും. പലപ്പോഴും വേണ്ട എന്ന് ചിന്തിച്ച കാര്യങ്ങൾ നീ വീണ്ടും ചെയ്തിട്ടുണ്ടാവും. ഒത്തിരി ബലഹീനതകൾ നിനക്കുണ്ടാകും. എന്നാൽ ഈ പരിശുദ്ധ അൾത്താര നിന്നോട് പറയുന്നു, മകനെ മകളെ, നീ ഇങ്ങനെ അബദ്ധത്തിൽ കിടന്നുരുളേണ്ട വ്യക്തിയല്ല, പരാജയത്തിൽ വീണ് ജീവിതം തകർക്കേണ്ട വ്യക്തിയല്ല. മറിച്ച് നിന്റെ ഉള്ളിൽ ഇതാ ശക്തമായി ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുകയാണ്. നിന്റെ ചിന്താഗതികളെ നീ മാറ്റിയാൽ നിന്റെ സ്വഭാവം വിശുദ്ധീകരിക്കപ്പെടും, മനസ്സിന്റെ രൂപാന്തരീകരണം സംഭവിക്കും. നീ നിന്നോട് തന്നെ പറയുക, ചിന്തിക്കുക, നീ നിന്നോട് തന്നെ ഏറ്റെടുക്കുക. യാക്കോബേ നിന്നെ സൃഷ്ടിക്കുകയും, യെശയ്യായുടെ പ്രവചനം 43:1, യാക്കോബേ നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലിനെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുളി ചെയ്യുന്നു, നീ ഭയപ്പെടേണ്ട, നിന്നെ ഞാൻ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എന്റേതാണ്, നീ ഭയപ്പെടേണ്ട. നിന്നെ ഇന്ന് എന്താണ് ഭയപ്പെടുത്തുന്നത്? നിന്നെ എന്താണ് ആകുലപ്പെടുത്തുന്നത്? ആ വിഷയങ്ങൾ നീ വിശ്വസിക്കുക. സർവശക്തനായ ദൈവമുണ്ട് എൻ്റെ കൂടെ, എന്നെ സൃഷ്ടിച്ചൊരു ദൈവമുണ്ട്. ഇന്ന വീട്ടിൽ നിന്നെ ജനിപ്പിച്ച് ഇന്ന ജീവിത വഴികൾ നിന്നെ എത്തിച്ചൊരു ദൈവമുണ്ട്. ആ ദൈവത്തിൽ നീ ആശ്രയിച്ചോ. ദൈവം നിന്നിൽ ഇടപെടുകയാണ്. നീ ഒരു കാരണവശാലും ഒറ്റപ്പെട്ട വ്യക്തിയല്ല. ആരെങ്കിലും ഇപ്പോൾ ചിന്തിക്കുന്നു, ഞാൻ ഒറ്റയ്ക്കാണ്, എന്നെ ആരും സഹായിക്കാനില്ല, ഞാൻ പെട്ടുപോയി. എന്നാൽ അങ്ങനെയല്ല. ഈ അൾത്താര നിന്നോട് പറയുന്നു, നീ ഒറ്റയ്ക്കല്ല. നീ ഇന്ന് കടന്നു പോകുന്ന അവസ്ഥകൾ കർത്താവിനറിയാം. ഭയപ്പെടേണ്ട മകനെ മകളെ, ഞാൻ നിന്റെ ദൈവമല്ലേ. ഇതാ നിന്നോട് കർത്താവ് പറയാണ്. 2 കരങ്ങൾ ശിരസിൽ കമഴ്ത്തി വെച്ച് കണ്ണടച്ച് ഈ വരികൾ നീ നിന്നോട് തന്നെ പറയുക. ഭയപ്പെടേണ്ട മകനേ മകനേ, ആമേൻ, ഞാൻ നിന്റെ ദൈവമല്ലേ. കരയരുതേ, കരയരുതേ, ഇനി എൻ കൺമണി, ഞാൻ നിന്റെ കൂടെ. കുടുംബത്തിൽ ആരുടെയെങ്കിലും മരണം, നിന്റെ കുടുംബത്തിൽ ആരുടെയെങ്കിലും മരണം, പ്രിയപ്പെട്ട ആരുടെയെങ്കിലും മരണം, നിന്റെ ഉള്ളിൽ വല്ലാത്ത വിഷമം, ഭാരം, ഇനി എന്തിനാണ് ജീവിച്ചിരിക്കുന്നത് എന്നുപോലും നിനക്ക് ചിന്തയുണ്ടോ? ഉറക്കം കിട്ടാത്ത വണ്ണം ആലോചനകൾ ഭാരങ്ങൾ പെടുത്തുന്നുണ്ടോ? ഏതെങ്കിലും എതിർചിന്തകൾ നിന്നെ വിഷമിപ്പിക്കുന്നുണ്ടോ? ഇതാ നിന്നോട് കർത്താവ് പറയുന്നു, ഭയപ്പെടേണ്ട മകനെ മകളെ. ഭയപ്പെടേണ്ട മകനേ മകനേ, ഞാൻ നിന്റെ ദൈവമല്ലേ. കരയരുതേ, കരയരുതേ, ഇനി എൻ കൺമണി, ഞാൻ നിന്റെ കൂടെയില്ലേ. ജീവിതത്തില് ഈ നാളുകളിലുണ്ടായ ഏതെങ്കിലും സംഭവങ്ങൾ, അപ്രതീക്ഷിത സംഭവങ്ങൾ, ഒരുപക്ഷെ ഏതെങ്കിലും ശാരീരിക രോഗങ്ങളാവും. എനിക്കിങ്ങനെ രോഗം വന്നല്ലോ, എൻ്റെ ജീവിതം തീർന്നല്ലോ, ഇനി ആർക്കെന്നെ സഹായിക്കാൻ പറ്റും, എൻ്റെ അവസ്ഥയേക്കാൾ ആർക്ക് മനസ്സിലാവും എന്ന് വിഷമിക്കുന്നവരുണ്ടാവും. ഒരുപക്ഷെ കുടുംബത്തിലുണ്ടായ ഏതെങ്കിലും സംഭവങ്ങൾ, ജീവിത പങ്കാളിയോടുള്ള ഏതെങ്കിലും മനോഭാവങ്ങൾ വന്ന കാര്യം, മക്കളോട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഭാരങ്ങൾ, അപ്രതീക്ഷിതമായ ചില സംഭവങ്ങളുടെ മുമ്പിൽ നടുങ്ങിത്തിരിഞ്ഞത്, കർത്താവേ ഇനി എൻ്റെ കുടുംബം രക്ഷപ്പെടിയാലാന്ന് ചിന്തിക്കുന്നത്, അങ്ങനെ തുടങ്ങിയ എല്ലാ ചിന്തകളോടും എല്ലാ ഒറ്റപ്പെട്ട അനുഭവങ്ങളോടും ഇതാ ഈ പരിശുദ്ധ അൾത്താര പറയുന്നു, ഭയപ്പെടേണ്ട. ഭയപ്പെടേണ്ട മകനേ മകനേ, യേശുവേ, ഞാൻ നിന്റെ ദൈവമല്ലേ. കരയരുതേ, കരയരുതേ, ഇനി എൻ കൺമണി, ഞാൻ നിന്റെ കൂടെയില്ലേ. ഇന്നായിരിക്കുന്ന അവസ്ഥയിൽ എന്താണ് നിന്റെ ഉള്ളിലെ സങ്കടം? ഒരുപക്ഷെ നിന്നെ ആരെങ്കിലും ചതിച്ചതിൻ്റെ അനുഭവമാണോ? ഇപ്പോൾ ആരെയും വിശ്വസിക്കാൻ പറ്റുന്നില്ല. വിശ്വസിച്ച് ചില കാര്യങ്ങൾ ഏർപ്പെട്ട് പണം കൊടുത്തതാവാം, വിശ്വസിച്ച് ഇന്ന കാര്യത്തിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തി, വിശ്വസിച്ച് ചില ആളുകളോടുള്ള ബന്ധം, ചില ആളുകളോട് വളരെ രഹസ്യമായിട്ട് പറഞ്ഞ ചില കാര്യങ്ങൾ പരസ്യമാക്കിയത്, അങ്ങനെ തുടങ്ങി അനേക ഭാരങ്ങൾ ചിലരുടെ ഉള്ളിലുണ്ടാവും. ഒരുപക്ഷെ നീ വിചാരിക്കാത്ത കാര്യത്തിന് നിന്നെക്കുറിച്ച് ഇല്ലാ കഥകൾ പറഞ്ഞ്
നാട്ടിൽ നിന്നെക്കുറിച്ച് മോശം പറയുന്നുണ്ടാവും. കർത്താവേ, എൻ്റെ അവസ്ഥ ഇതാണ്. വീടിന് പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത വണ്ണം ചില കാര്യങ്ങൾ നാണം കെട്ടിരിക്കുന്നു. കർത്താവെ, അങ്ങ് ഇടപെടണമേ. കർത്താവെ, അങ്ങ് ഇടപെടണമേ. എൻ്റെ മനസ്സിൻ്റെ താളം തെറ്റിയിരിക്കുന്നു. ഒരുപക്ഷെ ഉറക്കമില്ലാത്ത അവസ്ഥയുണ്ടാവും. മറ്റുള്ളവരോടുള്ള വലിയ വെറുപ്പ് നിന്റെ ഉള്ളിൽ കിടപ്പുണ്ടാവും. എന്നാലും അവരെന്നോട് ഇങ്ങനെ ചെയ്തല്ലോ. എപ്പോഴും അവരെക്കുറിച്ച് ഓർത്തോർത്ത് വിഷമിച്ചുകൊണ്ടിരിക്കുന്നു. മറ്റുള്ളവരെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവെ, ഈ ശുശ്രൂഷ സമയത്ത് പ്രാർത്ഥിക്കുന്നു, എൻ്റെ മനസ്സിനൊരു നവീകരണം വേണം. എൻ്റെ ചിന്തകൾക്കൊരു വിശുദ്ധീകരണം വേണം. കർത്താവ് നിന്നോട് പറയുന്നു, മകനെ, മകളെ, ഭയപ്പെടേണ്ട. ഭയപ്പെടേണ്ട മകനേ, മകളേ, ഞാൻ നിന്റെ ദൈവമല്ലേ. കരയരുതേ, കരയരുതേ, ഇനി എൻ കൺമണിയേ, ഞാൻ നിന്റെ കൂടെയില്ലേ. രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് വെച്ച് കണ്ണുകളടച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചോ. കർത്താവിൻ്റെ അത്ഭുതകരമായിട്ടുള്ള കൃപ ഓരോ വ്യക്തികളുടെ മേലും വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് വെച്ച് സ്തുതിച്ചോ. നിന്റെ ഹൃദയത്തിന്റെ ഭാരമറിയുന്ന കർത്താവ്, നിന്റെ കണ്ണുനീര് കാണുന്ന കർത്താവ്, നിന്റെ ഉള്ളറിയുന്ന കർത്താവ്, നിന്റെ മനോഭാവങ്ങൾ അറിയുന്ന കർത്താവ് നിന്നിൽ ഇടപെടുകയാണ്. സ്തുതിക്കട്ടെ, 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 സ്തുതിക്കട്ടെ. ആരാധന, 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 ആരാധന. കർത്താവെ, സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ദൈവമേ, അങ്ങ് അത്ഭുത ശക്തി എൻ്റെ മേൽ വെളിപ്പെടണമേ. ഒരു പുതിയ അഭിഷേകം എൻ്റെ മേൽ വെളിപ്പെടണമേ. എല്ലാ കെട്ടുകളും കർത്താവ് അടിക്കണമേ. ദൈവിക ശക്തി എൻ്റെ മേൽ കർത്താവെ ചൊരിയണമേ. സ്തുതിക്കുന്ന കർത്താവേ, ഞാൻ എന്നെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ആരാധന, 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 ആരാധന. വലിയ അഭിഷേകം, വലിയ അഭിഷേകം ഓരോ വ്യക്തിയുടെ മേലും വെളിപ്പെടട്ടെ, ഓരോ വ്യക്തിയുടെ മേലും വെളിപ്പെടട്ടെ. സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ആരാധന, 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 ആരാധന. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ ആരാധന. നെറ്റിയിൽ കുരിശടയാളം വരച്ച് നമ്മളെ തന്നെ അനുഗ്രഹിക്കുക.